ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈനെ കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറെ വീഡിയോസ് ആയിട്ട് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ ലാസ്റ്റ് വീഡിയോയിൽ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവിന് ശേഷം ഓർഡിനറി അപ്രോച്ചിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രണ്ട് കമ്മോഡിറ്റീസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനെയാണ് ഇൻഡിഫറൻസ് കർവ് കാണുക എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനി ബഡ്ജറ്റ് ലൈനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കൺസ്യൂമറുടെ ഈ കോമ്പിനേഷൻസ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ കണ്ടു. ആ ഇൻഡിഫറൻസ് കർവിലെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എന്താ, ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻസ് ആണെന്നും കണ്ടു. പക്ഷെ ഈ എല്ലാ കോമ്പിനേഷൻസും പലപ്പോഴും കൺസ്യൂമർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അയാൾക്ക് ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, അയാൾ ഇൻകം എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പൊ ആ ഇൻകം കൺസ്ട്രെയിനിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും ഈ കോമ്പിനേഷൻസിനെ ചൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പം ഇവിടെ ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ ഒരു കൺസ്യൂമർക്ക് അയാളുടെ ഗിവൺ ഇൻകത്തിൽ അല്ലെങ്കിൽ ആ ഇൻകം കൺസ്ട്രെയിനിൽ ബൈ ചെയ്യാൻ സാധിക്കുന്ന കോമ്പിനേഷൻസിനെ കാണിക്കുന്ന ഒരു കർവ് ആണ് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ റെപ്രസെന്റ് ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ക്യാൻ ബി പർച്ചേസ് വിത്ത് എ ഗിവൺ മണി ഇൻകം ആൻഡ് അസ്യൂം പ്രൈസസ് ഓഫ് ഗുഡ്സ്. അപ്പം ഇവിടെ ബഡ്ജറ്റ് ലൈനിൽ ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഒരു കൺസ്യൂമർക്ക് അയാളുടെ ഗിവൺ ഇൻകത്തിലും അതുപോലെ തന്നെ ഒരു ഗിവൺ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റീസിലും ബൈ ചെയ്യാൻ സാധിക്കുന്ന കോമ്പിനേഷൻസിനെയാണ് ബഡ്ജറ്റ് ലൈൻ കാണിക്കുക. ഇൻഡിഫറൻസ് കർവ് ആണെങ്കിൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് സെയിം സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്നത്. ആ ഇൻഡിഫറൻസ് കർവിലെ കോമ്പിനേഷൻസ് എല്ലാം പലപ്പോഴും കൺസ്യൂമർക്ക് ബൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണ്, അയാൾക്ക് ഒരു ഇൻകം കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പം ആ ഒരു കൺസ്യൂമറുടെ ഒരു സെർട്ടൈൻ ഇൻകം ലെവലില് പ്രൈസസ്, അതായത് ഈ പറയുന്ന ഗുഡുകളുടെ പ്രൈസസിൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഈ കൺസ്യൂമർക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്ന കോമ്പിനേഷൻസിനെയാണ് ബഡ്ജറ്റ് ലൈനിൽ കാണിക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഒരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ് നമുക്ക്. സപ്പോസ് ദ മോണിറ്ററി ഇൻകം ഓഫ് എ കൺസ്യൂമർ ഈസ് ₹40 വിച്ച് ഹി വാണ്ടഡ് ടു സ്പെൻഡ് ഓൺ ടു ഗുഡ്സ് എക്സ് ആൻഡ് വൈ. The price of good X is ₹2 per unit and that of good Y ₹1 per unit. അപ്പം ഇവിടെ നമ്മൾ ഒരു സിറ്റുവേഷൻ എടുക്കുവാണ്. ₹40 ആണ് ഒരു കൺസ്യൂമറുടെ ഇൻകം എന്ന് പറയുന്നത്, ₹40 ആണ്. ദെൻ അവിടെ രണ്ട് കമ്മോഡിറ്റീസ് ഉണ്ട്, ഗുഡ് എക്സും ഗുഡ് വൈയും. ഗുഡ് എക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹2 ആണ്, ഒരു യൂണിറ്റിന് ₹2. ഇനി ഗുഡ് വൈയുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, ₹1 ആണ്, ₹1 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റിന് ₹1 മാത്രമാണ് ഗുഡ് വൈക്കുള്ളത്, പക്ഷേ ഗുഡ് എക്സിനുള്ളത് ₹2 ആണ്. അപ്പം ഇങ്ങനെ ഒരു സെർട്ടൻ സിറ്റുവേഷനിൽ ആ ഒരു ₹40 ഇൻകം ഉള്ള ഒരു കൺസ്യൂമർക്ക് ഈ രണ്ട് ഗുഡുകളുടെയും പ്രൈസിനെ നമ്മൾ കൺസിഡർ ചെയ്തത് ബേസ് ചെയ്ത് അയാൾക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് കോമ്പിനേഷൻ നോക്കുക. കോമ്പിനേഷൻ എയില് ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാളുടെ മുഴുവൻ ഇൻകവും സ്പെൻഡ് ചെയ്യുന്നത് ഗുഡ് വൈലാന്ന് വിചാരിക്കാം. നമുക്കറിയാം കൺസ്യൂമറുടെ ടോട്ടൽ ആയിട്ടുള്ള ഇൻകം എത്രയാണ്, ₹40 ആണ്. അപ്പൊ ₹40 മുഴുവനായിട്ടും അയാൾ എന്താണ്, വൈൽ സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കറിയാം വൈയുടെ പ്രൈസ് എത്രയാണ്, ₹1 ആണ്. അപ്പം ₹40 കൈവശം ഉണ്ട്, അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ₹1 ഉള്ള കമ്മോഡിറ്റി എത്ര മേടിക്കാം, 40 യൂണിറ്റ് നമുക്ക് മേടിക്കാൻ സാധിക്കും. അതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഗുഡ് എക്സ് എന്തായിരിക്കും, 0 യൂണിറ്റ് മാത്രം മേടിക്കാൻ സാധിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂമർ ഗുഡ് എക്സ് ബൈ ചെയ്യുന്നില്ല. ഇനി കോമ്പിനേഷൻ ക്യൂയിലേക്ക് വരുന്നു. അപ്പൊ കോമ്പിനേഷൻ ക്യൂയിലേക്ക് വരുമ്പോൾ കൺസ്യൂമർക്ക് തോന്നുവാണ്, ഓക്കെ ഒരു 5 യൂണിറ്റ് ഗുഡ് എക്സ് ബൈ ചെയ്യാം. അപ്പൊ 5 യൂണിറ്റ് ഗുഡ് എക്സ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ടോട്ടൽ ഇൻകം 40 ആണ്. ഗുഡ് എക്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പം 2 into 5 ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് അവിടെ, 10 ആണ് വരെ. അപ്പൊ ₹10 ഓൾറെഡി ഗുഡ് എക്സിൽ സ്പെൻഡ് ചെയ്തു. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള എത്രയാണ്, ₹30 ആണ്. അപ്പൊ ആ ₹30 എന്ത് ചെയ്യാം, 30 യൂണിറ്റ് അയാൾക്ക് എന്ത് ചെയ്യാം, ഗുഡ് വൈല് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ₹30 സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ 30 യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഇയാള് ബൈ ചെയ്യുന്നു ഗുഡ് വൈ. അപ്പൊ ഗുഡ് എക്സ് 5 യൂണിറ്റും ഗുഡ് വൈ
30 യൂണിറ്റും ബൈ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ദെൻ ആറിലേക്ക് വരുന്നു. ആറിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താണ് 10 യൂണിറ്റ് എക്സും 20 യൂണിറ്റ് വൈയും മേടിക്കാൻ സാധിക്കുന്നു. ദെൻ എസിലേക്ക് വന്നു കഴിയുമ്പോൾ 15 യൂണിറ്റ് എക്സും ദെൻ 10 യൂണിറ്റ് വൈയും ആണ് ബൈ ചെയ്യാൻ സാധിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ കോമ്പിനേഷൻ ആണ് വൈ എന്ന് പറയുന്നത്. അപ്പൊ വൈയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ കൺസ്യൂമറുടെ മുഴുവൻ ഇൻകം സ്പെൻഡ് ചെയ്യുന്നത് ഗുഡ് എക്സിലാണ്. കാരണം 2 റുപ്പീസ് ആണ് ഗുഡ് എക്സിന്. അപ്പൊ 20 യൂണിറ്റ് ഇയാൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ മുഴുവൻ ഇൻകം എക്സിൽ സ്പെൻഡ് ചെയ്തു. ഗുഡ് വൈയിൽ അപ്പൊ എന്താണ് 0 യൂണിറ്റ് മാത്രമാണ് ബൈ ചെയ്യുക. അപ്പം ഇവിടെ എന്താണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. ഈ ഡിഫറെന്റ് കോമ്പിനേഷൻസിൽ രണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് ആണ് കോമ്പിനേഷൻ ബിയും കോമ്പിനേഷൻ എല്ലും. കോമ്പിനേഷൻ ബി ആണെങ്കിൽ കൺസ്യൂമർ ഗുഡ് എക്സ് 0 യൂണിറ്റ്, ഗുഡ് വൈ ആണ് മുഴുവൻ 40 യൂണിറ്റ് മേടിക്കുക. ദെൻ എല്ലിലേക്ക് വന്നു കഴിയുമ്പോൾ എക്സ് 20 യൂണിറ്റ് മേടിക്കാൻ സാധിക്കും, ഗുഡ് വൈ 0 യൂണിറ്റ് ആയിരിക്കും ബൈ ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു കൺസ്യൂമർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിനെയാണ് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ കാണിക്കാം. അപ്പൊ ഈ പ്രൈസ് ലൈനെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇതുപോലെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ലൈനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കുക. അപ്പൊ ഈ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ നോക്കുക. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പി എക്സ് ക്യു എക്സ് പ്ലസ് പി വൈ ക്യു വൈ ഈസിക്കൽ ടു എം എന്നാണ് വന്നിരിക്കുന്നത്. പി എക്സ് എന്ന് പറയുന്നത് ഗുഡ് എക്സിന്റെ പ്രൈസ് ആണ്, ക്യു എക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആണ്, ദെൻ പി വൈ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഗുഡ് വൈ ആണ്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ ആണ് ക്യു വൈ കാണിച്ചിരിക്കുന്നത്, ദെൻ എം എന്ന് പറയുന്നത് മണി ഇൻകം ആണ്. അപ്പം ഇവിടെ എന്താണ് ഇയാള് ഈ രണ്ട് കമ്മോഡിറ്റീസിലുമായി ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കണം? ഇൻകം ആയിരിക്കണം. ഇൻകത്തിൽ കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ് എടുക്കുവാണ്, ഈ ബഡ്ജറ്റ് ലൈൻ ഉള്ളിലായിട്ട് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്താ അയാളുടെ ഇൻകം മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരിക്കലും നമുക്ക് അവിടെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ഈ ബഡ്ജറ്റ് ലൈൻ അപ്പുറത്തും മുകളിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇൻകം കൺസ്ട്രെയിൻ ആണ് ഈ ബഡ്ജറ്റ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്കിനി കാണേണ്ടത് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം നമുക്ക് കാണണമെങ്കിൽ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുക. ഒന്ന് ഇൻഡിഫറൻസ് കർവ് അനാലിസിസും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും. അപ്പൊ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സ്ലോപ്പ്. അപ്പൊ ഇനി ബഡ്ജറ്റ് ലൈനും ഇതുപോലെ സ്ലോപ്പ് ഉണ്ട്. അപ്പൊ നമുക്കിനി കാണേണ്ടത് എന്താണ് ഈ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ എ ബി നമ്മളിപ്പോ കണ്ടിരിക്കുന്ന എ ബി എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒ എ ഡിവൈഡ് ബൈ ഒ ബി ആണ്. ഒ എ ഡിവൈഡ് ബൈ ഒ ബി. ഒ എ എന്ന് പറയുന്നത് ഏതാണ്? ഈ മുകളിലേക്കുള്ള വൈ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒ എ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഒ ബി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് എന്ത് ഒരു കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുലയാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗുഡ് വൈ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ ആണ്, അതായത് ഒ എ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ ബി ആണ്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒ എയും ഒ ബി എന്നും പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക അല്ലെ? അപ്പൊ ഇതിനെ ഈ ഒരു ക്വാണ്ടിറ്റിനെ ഒ എന്ന് പറയുന്ന ഗുഡ് വൈയുടെ ക്വാണ്ടിറ്റിയും ഒ ബി എന്ന് പറയുന്ന ഗുഡ് എക്സിന്റെ ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ അതിനെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഇവിടെ എന്താ ക്യൂ എക്സും ക്യൂ വൈയും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് കമ്മോഡിറ്റീസിന്റെ പ്രൈസും മണി ഇൻകം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആദ്യം എക്സ്ട്രീം സിറ്റുവേഷൻ എടുക്കുകയാണ്. ഈ എൽ എന്ന് പറയുന്ന എക്സ്ട്രീം സിറ്റുവേഷൻ. ഇവിടെ എന്താണ് മുഴുവൻ ഇൻകവും സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഗുഡ് എക്സിലാണ് അല്ലെ? ഇപ്പൊ 20 യൂണിറ്റ് ഗുഡ് എക്സ് ബൈ ചെയ്തു, അതായത് 2 റുപ്പീസ് ഉള്ള ഗുഡ് എക്സ് ബൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ 40 റുപ്പീസും അവിടെ സ്പെൻഡ് ചെയ്തു. ഗുഡ് വൈ എന്താണ് 0 യൂണിറ്റ് മാത്രമാണ് ബൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പം പ്രൈസ് ഓഫ് ഗുഡ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പി എക്സ് എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ് അല്ലെ ക്യൂ വൈ വരിക. ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ ആണ് അല്ലെ ഗുഡ് എക്സ് ആണ് ഇവിടെ വരേണ്ടത് അല്ലെ? അപ്പൊ ഈ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ എന്ന് പറയുന്നത് എന്താ? ഒ ബി എന്ന് പറയുന്ന ഈ റേഞ്ചാ. ഒ ബി എന്ന് പറയുന്ന ഈ റേഞ്ചാ. അപ്പൊ നമ്മൾ ആ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സിനെ നമ്മൾ ഒ ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി പ്രൈസ് ഓഫ് ഗുഡ് വൈ നമ്മൾ അതേപടി എടുത്തു. ഇനി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൈ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? നമ്മുടെ മുഴുവൻ ഇൻകം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഗുഡ് എക്സിലാണ്. ഗുഡ് വൈയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുഡ് വൈയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0 ആണ്.
അപ്പൊ ഈക്വൽ ടു മണി ഇൻകം ആണ്. അപ്പം നിങ്ങൾക്കറിയാം PY ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ഈ പോർഷൻ മുഴുവനും 0 ആയി പോകും. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? PX ഇൻറ്റു OB ഈക്വൽ ടു M എന്നാണ്. അതായത് OB എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ മണി ഇൻകത്തിനെ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ് ബൈ ചെയ്യാൻ സാധിക്കുമെന്ന് കിട്ടും. അപ്പൊ OB എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? M ഡിവൈഡ് ബൈ PX അല്ലെങ്കിൽ മണി ഇൻകം ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം OB എന്ന് പറയുന്നത് M ഡിവൈഡ് ബൈ PX ആണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന രണ്ടാമത്തെ എക്സ്ട്രീം സിറ്റുവേഷൻ, അതായത് മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഗുഡ് വൈലാണ്. അപ്പൊ 40 രൂപയും ഗുഡ് വൈല് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എക്സിൽ 0 ആണ് യൂണിറ്റ്, വൈല് 40 യൂണിറ്റ് ആണ് ബൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ നെക്സ്റ്റ് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ PX എന്ന് പറയുന്ന പ്രൈസ് ദെൻ ഇൻറ്റു 0 എന്ന് പറയും. കാരണം ഗുഡ് എക്സ് നമ്മളിപ്പോ 0 ആണ് മേടിക്കുന്നത്, ഗുഡ് വൈ ആണ് മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ആദ്യത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഗുഡ് എക്സ് ആണ് മുഴുവനായിട്ട് മേടിച്ചത്, ഗുഡ് വൈ 0 ആയിരുന്നു. ഓക്കെ, അപ്പം PY ഇവിടെ എഴുതുന്നു. OB എന്ന് പറയുന്നു. OB എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് OB ആണ്. അപ്പൊ OA ആണ്. OA എന്ന് പറയുന്നതാണ് മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പൊ OA എന്ന് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം PX ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 തന്നെയാണ് മുഴുവനായിട്ട്. അപ്പൊ PY ഇൻറ്റു OA ഈസിക്കൽ ടു M എന്നാണ്. അപ്പം OA എന്ന് പറയുന്നത് എന്താണ്? M ഡിവൈഡ് ബൈ PY ചെയ്താൽ മതി. M ഡിവൈഡ് ബൈ PY ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OA കിട്ടുന്നു. അപ്പൊ നമുക്ക് OAയും OBയും കിട്ടി. അപ്പൊ നമ്മൾ ഇനിഷ്യലി നമ്മൾ കണ്ടിരുന്നു ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? OA ഡിവൈഡ് ബൈ OB ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ? ഓൾറെഡി OA നമുക്ക് കിട്ടി. OA എന്ന് പറയുന്നത് എന്താണ്? OA എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു M ഡിവൈഡ് ബൈ PY ആണ്. OB എന്ന് പറയുന്നത് M ഡിവൈഡ് ബൈ PX ആണ് നമ്മൾ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. M ഡിവൈഡ് ബൈ PY അല്ലെ. OA എന്ന് പറയുന്നത് M ഡിവൈഡ് ബൈ PY ആണ്. OB എന്ന് പറയുന്നത് M ഡിവൈഡ് ബൈ PX ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സോൾവ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഡിനോമിനേറ്ററിലുള്ളതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പൊ M ഡിവൈഡ് ബൈ PY എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അതിന്റെ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. M ഡിവൈഡ് ബൈ PX ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അത് എത്രയായി? PX ഡിവൈഡ് ബൈ M എന്നായി. അപ്പൊ PX ഡിവൈഡ് ബൈ M എന്ന് പറയുമ്പോൾ നമുക്ക് ഈ M ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എന്തായി? PX ഡിവൈഡ് ബൈ PY അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയതുകൊണ്ട് മൈനസ് സൈനും കൂടെ നമ്മൾ അവിടെ കാണിക്കുന്നു. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? PX ഡിവൈഡ് ബൈ PY ആണ്. PX ഡിവൈഡ് ബൈ PY എന്നുള്ളതാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. അതായത് ഗുഡ് എക്സിന്റെ പ്രൈസിനെ ഗുഡ് വൈന്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ റേഷ്യോ ഓഫ് ഗുഡ് എക്സ്, പ്രൈസ് ഓഫ് ദി ഗുഡ് എക്സ് ടു പ്രൈസ് ഓഫ് ഗുഡ് വൈ ആണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. അപ്പം ഇൻഡിഫറൻസ് കർവിന്റെയും ബഡ്ജറ്റ് ലൈനിന്റെയും സ്ലോപ്പുകൾ നമുക്ക് കിട്ടി. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്തായിരുന്നു? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അങ്ങനെയല്ല നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതല്ലെങ്കിൽ MUX ഡിവൈഡ് ബൈ MUY എന്നുള്ളതാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഇവിടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് PX ഡിവൈഡ് ബൈ PY എന്നാണ്. അതിന്റെ മൈനസ് സൈൻ കാണിച്ചാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് വരും. അപ്പൊ ചില സമയങ്ങളിൽ മൈനസ് സൈൻ കാണിക്കാറില്ല. അതെന്താണ്? നോൺ ആണെന്നുള്ള രീതിയിലാണ്. നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നത്? ഈ ഒരു നെഗറ്റീവ് സൈൻ കാണിക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ? PX ഡിവൈഡ് ബൈ PY, PY ഡിവൈഡ് ബൈ PX മൈനസ് PX ഡിവൈഡ് ബൈ PY മൈനസ് PY ഡിവൈഡ് ബൈ PX. അപ്പൊ ഇതിനകത്ത് ഏറ്റവും മോസ്റ്റ് ആക്യുറേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് PX ഡിവൈഡ് ബൈ PY ആണ്. അപ്പൊ ഇവിടെ A എന്ന് പറയുന്ന ഓപ്ഷനും C എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് മൈനസ് സൈൻ കാണിച്ചുള്ളതാണ്. മൈനസ് PX ഡിവൈഡ് ബൈ PY എന്നുള്ളതാണ്. ഇനി ഈ ഒരു മൈനസ് സൈൻ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ C ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏത് ആൻസർ ആവും? A ആയിരിക്കും ആൻസർ ആകുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ റൊട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള രണ്ട് റീസൺസ് ആണുള്ളത്. ഒന്ന്, കൺസ്യൂമറുടെ ഇൻകത്തിൽ ചേഞ്ച് സംഭവിച്ചാൽ, അതല്ലെങ്കിൽ ഈ പറയുന്ന കമ്മോഡിറ്റീസിന്റെ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടായാൽ. അപ്പൊ നമ്മൾ ഇനിഷ്യലി ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവിടെ ബഡ്ജറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൺസ്യൂമറുടെ ഇൻകവും അതുപോലെ തന്നെ ഈ കമ്മോഡിറ്റീസിന്റെ പ്രൈസും കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നതെന്ന് പറയും. അപ്പം ഈ പറയുന്ന അസംഷനിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഈ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത്.
അപ്പൊ ഈ ഷിഫ്റ്റ് സംഭവിക്കാനുണ്ടാകുന്ന ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് കൺസ്യൂമറുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ നമുക്കറിയാം ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടാന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്താണ് കൂടുതൽ ബഡ്ജറ്റ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ അയാൾക്ക് ബൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വരികയാണ്. അപ്പം അതിനർത്ഥം എന്താ, ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന AB എന്ന് പറയുന്ന അല്ലെങ്കിൽ BA എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ എന്താണ്, B1 A1 എന്ന് പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താ, കൂടുതൽ കമ്മോഡിറ്റീസ് ഗുഡ് എക്സും ഗുഡ് വൈയും എന്ത് ചെയ്യാൻ സാധിക്കും, കൺസ്യൂമർക്ക് ബൈ ചെയ്യാൻ സാധിക്കും. ഇനി BA എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നത് എപ്പോഴാണോ ഈ കൺസ്യൂമറുടെ ഇൻകം റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻ കൂടുവാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലെസർ ക്വാണ്ടിറ്റി മാത്രമാണ് രണ്ട് കമ്മോഡിറ്റീസും ബൈ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈൻ എന്താണ്, ഇൻവേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോഴും ഇൻവേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് കൺസ്യൂമറുടെ ഇൻകം കുറയുമ്പോഴുമാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഈ ഗുഡ് എക്സിന്റെയും ഗുഡ് വൈയുടെയും പ്രൈസസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ 3 കേസസ് ആയിട്ടാണ് നമ്മൾ കാണുക ഈ ഒരു പ്രൈസ് ചേഞ്ചിനെ. അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. അപ്പം ഈ രണ്ട് കമ്മോഡിറ്റിയുടെയും പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതി സംഭവിക്കാം. രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസ് കൂടാം, രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസ് കുറയാം. അപ്പൊ രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മുടെ കൺസ്ട്രെയിൻ കൂടും. അതായത് ഈ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസ് കുറയുന്നു. അപ്പൊ പ്രൈസ് കുറയാന്ന് പറഞ്ഞാൽ രണ്ട് കമ്മോഡിറ്റീസും കൺസ്യൂമർക്ക് എന്താണ്, കൂടുതൽ ബൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരേപോലെ തന്നെ രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസിൽ ചേഞ്ചസ് വരുവാണ്. അപ്പൊ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്കും, ബഡ്ജറ്റ് ലൈൻ ഏതാണ് ഈ പറയുന്ന പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്കും, പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ ലെഫ്റ്റിലേക്കുമാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനോട് സിമിലർ ആയിട്ടുള്ളൊരു എഫക്ട് തന്നെയാണ് ഈ പ്രൈസ് ചേഞ്ച് സംഭവിക്കുന്നത് അല്ലെ. എന്താ, രണ്ടിന്റെയും ഒരേപോലെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും, രണ്ടിന്റെയും ഒരേപോലെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്കും ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ചസ് വരാം, മറ്റേ കമ്മോഡിറ്റീസിന്റെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് ഇല്ലാതെ ഇരിക്കാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അടുത്തത് കാണേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഗുഡ് എക്സിന്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ട്, ഗുഡ് വൈയുടെ പ്രൈസിൽ ചേഞ്ച് ഇല്ല. അപ്പൊ നമുക്കറിയാം ഗുഡ് എക്സിനെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഏതാണ്, ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ, എക്സ് ആക്സിസിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിഷ്യലി BA എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ആണ്. അപ്പം ഗുഡ് എക്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്തു. ഗുഡ് എക്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ, ഗിവൺ കൺസ്ട്രെയിൻ എനിക്കിപ്പോ ഗുഡ് എക്സ് കൂടുതൽ മേടിക്കാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഗുഡ് എക്സ് കൂടുതൽ മേടിക്കാവുന്നത് കൊണ്ട് എന്റെ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാണ്, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും, റൈറ്റിലേക്ക് ഒന്ന് ചേഞ്ച് സംഭവിക്കും. അതായത് എക്സ് ആക്സിൽ എനിക്ക് കൂടുതൽ മേടിക്കാൻ സാധിക്കും അല്ലെ, എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി അല്ലേ കാണിക്കുന്നത്. അപ്പൊ ഗുഡ് എക്സ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ബൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ബഡ്ജറ്റ് ലൈൻ എന്താവും, BA1 എന്നുള്ളതാവും. ഇനി ഗുഡ് എക്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ, ആ ഗുഡ് എക്സ് എന്ന് പറയുന്നത് എനിക്ക് ലെസർ ക്വാണ്ടിറ്റി ഇപ്പൊ മേടിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ ബഡ്ജറ്റ് ലൈൻ BA എന്നുള്ളത് BA2 ആയിട്ട് ഒരു ഇൻവേർഡ് റൊട്ടേഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഗുഡ് വൈയുടെ പ്രൈസിനെ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഗുഡ് വൈയുടെ പ്രൈസിൽ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതാണ്, അതുകൊണ്ടാണ് ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ഡിഫറൻസ് ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഗുഡ് എക്സിൽ ഉണ്ടായ ചേഞ്ചാണ് നമ്മൾ ഇനി കണ്ടത്. ഇനി എന്താ, നേരെ തിരിച്ച് ഗുഡ് വൈയിൽ ചേഞ്ച് സംഭവിക്കാം. ഗുഡ് വൈയിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗുഡ് എക്സിൽ എന്തായിരിക്കും, ചേഞ്ച് ഒന്നും കാണില്ല. അപ്പൊ ഗുഡ് വൈയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, BA എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ എന്താവും, B1A ആവും. B1A ആവും, അതായത് പ്രൈസ് ഡിക്രീസ് ചെയ്തു, കൂടുതൽ ഗുഡ് വൈ എനിക്ക് മേടിക്കാൻ സാധിക്കുന്നു. ഇനി ഗുഡ് വൈയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഇൻവേർഡ് റൊട്ടേഷൻ ആണ് സംഭവിക്കുക, അകത്തേക്ക് വരും. B2A എന്നുള്ളതാവും ബഡ്ജറ്റ് ലൈൻ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിന് ചേഞ്ച് സംഭവിക്കുന്നു, മറ്റേ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പൊ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഏത് ആക്സിസിലാണോ ആ കമ്മോഡിറ്റി കാണിക്കുന്നത് ആ ആക്സിസിൽ ഔട്ട്വേർഡ് റൊട്ടേഷൻ സംഭവിക്കുന്നു. ഇനി ആ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഇൻക്രീസ് സംഭവിക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ആക്സിസിൽ ഇൻവേർഡ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു, ഇൻവേർഡ് റൊട്ടേഷൻ സംഭവിക്കുന്നു. അപ്പം ഈ ഒരു ചേഞ്ച് പറഞ്ഞിരിക്കുക വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യാനുണ്ടാകുന്ന രണ്ട് റീസൺസ് ആണ്. ഒന്ന് കൺസ്യൂമറുടെ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്,
മറ്റൊന്ന് കമ്മോഡിറ്റീസിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നമ്മൾ ഓരോ കമ്മോഡിറ്റിയിലും ഗുഡ് എക്സിന്റെ ചേഞ്ച് ഗുഡ് വൈ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച്, ഇനി ഗുഡ് വൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഗുഡ് എക്സിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച്, ഇത്രയും സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്കിവിടെ ഈ രണ്ട് ക്ലാസ്സസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ബഡ്ജറ്റ് ലൈനെയും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിനെയാണ്. അപ്പൊ ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഈ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സസിന്റെ വീഡിയോസും അതുപോലെ തന്നെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.